പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. മനുഷ്യപുത്ര, ഇസ്രയേൽ മലകളോട് പ്രവചിക്കുക. ഇസ്രയേൽ മലകളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്ത വചനമാണ്. ഇസ്രായേലിൻ്റെ മണ്ണിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം യഹൂദ കലണ്ടർ പ്രകാരം ആബ് എന്ന മാസം ആചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ജനത്തിൻ്റെ നടുവിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു പോകുമ്പോൾ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ആബ് മാസം അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുവാൻ സാധിച്ചത്. 2026 ജൂലൈ മാസം 14-ാം തീയതി സൂര്യ അസ്തമയത്തിനു ശേഷം ആബ് മാസം ആരംഭിക്കുകയാണ്. 2026 ജൂലൈ മാസം 15-ാം തീയതി ആബ് മാസത്തിൻ്റെ 1-ാമത്തെ ദിവസമാണ്. എന്നാൽ 2026 ഓഗസ്റ്റ് 13-ന് സൂര്യൻ അസ്തമിക്കുന്നതോടെ ആബ് മാസം അവസാനിക്കുകയും ഏലൂൽ എന്ന ഒരു പുതിയ മാസം ആരംഭിക്കുകയും ചെയ്യും. ആബ് മാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ആബ് മാസത്തിൻ്റെ ആദ്യ ദിവസമെന്ന് പറയുക ജൂലൈ മാസം 15-ാം തീയതിയായിരുന്നു. അന്ന് തൊട്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ 9-ാമത്തെ ദിവസം യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ ദിനമായി അവർ ആചരിക്കുകയാണ്. അതിൻ്റെ കാരണം, ഒന്ന്, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് BC 586 കാലഘട്ടത്തിൽ യഹൂദരുടെ 1-ാമത്തെ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ 1-ാമത്തെ ജെറുസലേം ദേവാലയത്തിൻ്റെ നാശം സംഭവിക്കുകയാണ്. പിന്നീട് AD 70 കാലഘട്ടത്തിൽ 2-ാമത്തെ ദേവാലയവും നശിപ്പിക്കപ്പെട്ടത് ഓർത്തുകൊണ്ട് യഹൂദ ജനം വിലാപത്തിൻ്റെ ദിനം ആചരിക്കുന്നത് ആബ് മാസം 9-ാം തീയതിയാണ്. എന്നാൽ ആബ് മാസം 9-ാം ദിവസമാണ്. എന്നാൽ 15-ാമത്തെ ദിവസം, അതായത് ഈ ആബ് മാസത്തിൻ്റെ 15-ാമത്തെ ദിവസം, ഈ ജനം സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനമായി ഈ പാരമ്പര്യത്തിൽ അവരത് ഏറ്റെടുക്കുകയാണ്. ആബ് മാസം തുടങ്ങി 9-ാമത്തെ ദിവസം വിലാപ ദിനമായി ആചരിക്കുകയും 15-ാമത്തെ ദിവസം സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനമായി ആഘോഷിക്കുകയും ചെയ്യുകയാണ്. ഈ ആബ് മാസം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുക, പാപം ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുമെന്ന ഒരു വലിയ സത്യമാണ്. എന്നാൽ മാനസാന്തരവും ദൈവത്തിൻ്റെ കൃപയും തകർന്ന ജീവിതങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കുമെന്നുള്ള ഒരു സന്ദേശം ഇവിടെ നൽകുകയാണ്. നമുക്കറിയാം, വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് എന്നും അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് എന്നും
ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. ഈ ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ യഹൂദ കലണ്ടറിലെ ഓരോ മാസത്തിനും ദൈവചരിത്രത്തോടും ആത്മീയ ജീവിതത്തോടും വളരെ ആഴമേറിയ ബന്ധമുണ്ട്. ആബ് മാസം, ആബ് എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പിതാവ് എന്നാണ്. യഹൂദ ജനതയുടെ ചരിത്രത്തിൻ്റെ ഒരു ചരിത്രം നമ്മളൊന്ന് പഠിച്ചാൽ ഈ ആബ് മാസം ദുഃഖത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പ്രത്യാശയുടെയും കാലമായി കണക്കാക്കപ്പെടുകയാണ്. അതിൻ്റെ ഒരു സാഹചര്യം ഇവർ വിശ്വസിക്കുന്നത് ദൈവം ഒരിക്കലും തൻ്റെ മക്കളെ ഉപേക്ഷിക്കാത്ത പിതാവാണ് എന്ന പ്രത്യാശയാണ് അവരിതിലൂടെ വെളിപ്പെടുത്തുന്നത്. യഹൂദ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ആഴമുള്ള ഓർമ്മകളെ ഉണർത്തുന്ന മാസമാണ് ആബ് മാസമെന്ന് പറയുക. ആ സമയത്താണ് അവർ ദേവാലയത്തിൻ്റെ നാശത്തെ ഓർക്കുകയും അതിൻ്റെ ആ ഒരു ചരിത്രത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അവർ ഉപവസിക്കുകയും വിലപിക്കുകയും പാപത്തിൻ്റെ വില തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുകയും ഒരു ധ്യാനത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതിൻ്റെ കാരണം മക്കളെ ഉപേക്ഷിക്കാത്ത ഒരു പിതാവിൻ്റെ സന്നിധിയിൽ എളിമപ്പെടുമ്പോൾ, നമുക്കറിയാം ജോയൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ വിലാപത്തോടും ഉപവാസത്തോടും നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരണമെന്നുള്ള ജോയൽ പ്രവചനം. നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്, നിങ്ങളുടെ വസ്ത്രമല്ല എന്നുള്ള ഒരു സന്ദേശം നമുക്കവിടെ കാണുവാൻ പറ്റും. ഇവിടെയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ ഒരു വലിയ ഒരു ട്വിസ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരിക. അത് മറ്റൊന്നുമല്ല, ആമോസ് പ്രവചനം 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ആമോസ് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശനത്തിന് നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുവിൻ. ഇത് വളരെ കൃത്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ, ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് വചനം, ഒരു പ്രവചനം കടന്നു വരുമ്പോൾ, മക്കളെ ഉപേക്ഷിക്കാത്ത പിതാവ് തൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചതും 33.5 വയസ്സുവരെ ഈ ഇസ്രയേലിൻ്റെ മണ്ണിലൂടെ യഹൂദ ജനത്തിൻ്റെ നടുവിലൂടെ സുവിശേഷം പറഞ്ഞും പഠിപ്പിച്ചും പിന്നീട് കുരിശു മരണത്തിലൂടെ തൻ്റെ ജനത്തെ വീണ്ടെടുത്തതും വീണ്ടും തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശുക്രിസ്തു വരുമെന്നുമുള്ള ഒരു ആത്മീയമായ സത്യത്തെ മനസ്സിലാക്കാതെ വിശ്വസിക്കാതെ കടന്നുപോയ ഒരു ജനം ഇപ്പോഴും പിതാവായ ദൈവം കരുണ കാണിക്കുമെന്നുള്ള വിശ്വാസത്തിൽ, അതുമല്ലെങ്കിൽ മെസ്സിഹ വരും എന്നുള്ള ഓർമ്മയിൽ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പഴയ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, നമ്മൾ പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം, അത് 25-ാമത്തെ വാക്യം, അതിൻ്റെ 8, 9, 10 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആദ്യത്തെ ദേവാലയം നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ നമുക്കവിടെ കാണുവാൻ പറ്റും. അതിങ്ങനെയാണ് വചനം പറയുക: ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ രാജാവ് തൻ്റെ 19-ാമത്തെ ഭരണവർഷം ജെറൂസലേമിൽ എത്തുകയും കർത്താവിൻ്റെ ആലയവും കൊട്ടാരവും അഗ്നിക്കിരയാക്കുകയും ജെറൂസലേമിൻ്റെ കോട്ടകൾ തകർത്തു കളയുകയും ചെയ്തു എന്നാണ് ബൈബിള് പറയുക. ഇതേ സംഭവം വീണ്ടും ജെറമിയ പ്രവചനം 52-ാം അധ്യായത്തിൻ്റെ 12, 13 വാക്യത്തിലും ജെറമിയ പ്രവാചകൻ പരാമർശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചരിത്രപരമായ പാഠം എന്ന് പറയുന്നത്, ജെറുസലേം ദേവാലയം ശത്രുവിൻ്റെ ശക്തി കൊണ്ടാണ് നശിപ്പിക്കപ്പെട്ടതെങ്കിലും
അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ജനത്തിൻ്റെ അനുസരണക്കേടും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന വൈരാഗ്യവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ്. അപ്പം നമുക്കറിയാം, യെശയ്യാ പ്രവചനം 59-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാണ് ജനം ദൈവത്തിൽ നിന്നും അകന്നു പോയത് എന്ന് യെശയ്യാ പ്രവാചകൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നിന്റെ നാവ് ദുഷ്ടത വെറുവെറുക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമുക്കറിയാം, പാപം ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമാണ്. ദേവാലയം നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ജെറുസലേമിലെ 2 ദേവാലയം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഈ ജനം ഈ ആബ് മാസത്തിൽ അവർ ഉപവസിക്കുകയും വിലാപദിനമായി ആചരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ 9-ാമത്തെ ദിവസം 25 മണിക്കൂർ നിലത്തിരുന്ന് വിലാപങ്ങളുടെ പുസ്തകം വായിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതായാണ് ചരിത്രം വ്യക്തമാക്കുക. ഇന്നും ഈ ആബ് മാസത്തിൽ ഈ ജനം മാംസം കഴിക്കുകയില്ല എന്നാണ് ഇവിടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഈ 25 മണിക്കൂർ നിലത്തിരുന്ന് വിലാപങ്ങളുടെ പുസ്തകം വായിച്ച് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമൊക്കെ ഈ ജനം കടന്നു പോകുമ്പോൾ ഇവരുടെ തന്നെ പാരമ്പര്യത്തിൽ, യഹൂദ പാരമ്പര്യത്തിൽ പരസ്പരമുള്ള വിദ്വേഷം അല്ലെങ്കിൽ കാരണമില്ലാത്ത വൈരാഗ്യവും പകയും ഒക്കെയാണ് 2-ാമത്തെ ദേവാലയം നശിപ്പിക്കപ്പെടുവാനുള്ള കാരണമായി പറയപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, സ്നേഹമില്ലായ്മ, വൈരാഗ്യം, വിദ്വേഷം ഒക്കെ ഒരു ദേവാലയം നശിപ്പിക്കപ്പെടുവാൻ അല്ലെങ്കിൽ അതിന് കാരണമായി എങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മൾ തിരിച്ചറിയേണ്ടതായ ഒരു കാര്യമുണ്ട്. യെശയ്യാ 59:2 പറയുന്നത് പോലെ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റുവാൻ ഏതെങ്കിലും വിധത്തിലുള്ള പാപത്തിൻ്റെ മേഖലകൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തുകയില്ല എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ പുതിയ നിയമം പഠിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു പറയുന്നുണ്ട്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് അതുമൂലം എല്ലാവരും അറിയുമെന്നാണ് ബൈബിൾ പറയുക. അപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ കാരണമെന്ന് പറയുന്നത് സ്നേഹമില്ലായ്മയാണ്. സ്നേഹം എന്താ പറയുന്നത്? 1 കൊരിന്ത്യൻസ് 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് സെന്റ് പോള് 13-ാം അധ്യായത്തിൽ 13 വാക്യങ്ങളും പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം അഹങ്കരിക്കുന്നില്ല, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല, അല്ലേ? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടമെന്ന് പഠിപ്പിച്ച സെന്റ് പോള് നമ്മുടെ മുൻപിലുണ്ട്. അപ്പോൾ സ്നേഹമില്ലായ്മ എല്ലാത്തിൻ്റെയും കാരണമായെങ്കിൽ, വിദ്വേഷം ദേവാലയത്തെ തകർത്തുവെങ്കിൽ നമ്മളും ഇന്ന് തിരിച്ചറിയണം, നമ്മളുടെ ഇടയിലുമുള്ള വിദ്വേഷം നമ്മുടെ സഭയിലും നമ്മുടെ കൂട്ടായ്മകളിലുമൊക്കെ ഭിന്നത കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, നമ്മളൊരു പക്ഷമെന്ന് പഠിപ്പിക്കുന്ന അവർ മറ്റൊരു പക്ഷമെന്ന് പഠിപ്പിക്കുന്ന ഇങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയെ തകർക്കും, ഒരു സഭയെ തകർക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ സ്നേഹം സഭയെ പണിയും, സ്നേഹം കൂട്ടായ്മയെ പണിയും. അതുകൊണ്ട് ഓർത്തുകൊള്ളുക, നമ്മൾ വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ സഭയുമായി സ്നേഹത്തിൽ നിലനിൽക്കുന്നില്ല എങ്കിൽ, സഭയിൽ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സഭയെ നയിക്കുന്നവർ തന്നെ
അവര് ഒരു ഗ്രൂപ്പ്, ഇവർ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചാൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ ജെറുസലേമിനെ നോക്കി കരഞ്ഞ യേശുക്രിസ്തു നമ്മളെ ഓരോരുത്തരെയും നോക്കി കരയുമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇന്ന് സഭകളെല്ലാം കടന്നു പോകുന്നത് വിശ്വാസത്തിനപ്പുറമായി അവരുടെയൊക്കെ ഉള്ളിലുള്ള ചില പ്രേരണകൾക്കനുസൃതമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു ദൈവമുണ്ടെന്നും ആ ദൈവം ജെറുസലേമിനെ നോക്കി വിലപിച്ച അതേ യേശുക്രിസ്തു നമ്മളെ നോക്കിയും വിലപിക്കും. നമ്മൾ പാരമ്പര്യം പറഞ്ഞതുകൊണ്ടോ നമുക്ക് എന്തെങ്കിലും ഒരു വലിയ മൂല്യമുണ്ടെന്ന് വിചാരിച്ചത് കൊണ്ടോ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരു കാര്യവുമില്ല. നമ്മളെ നോക്കി വിലപിക്കുവാൻ യേശുക്രിസ്തുവിന് അവസരം കൊടുക്കരുത്. കാരണം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 41 തൊട്ട് 44 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ, യേശുക്രിസ്തു ജെറുസലേം പട്ടണത്തെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നറിയാമോ? സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, എന്നാൽ ഇവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് സമാധാനത്തിനുള്ള എല്ലാ വഴികളും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ നമ്മുടെ ഈഗോ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഞാൻ പിടിക്കുന്നിടം ജയിക്കണമെന്ന് പറയുന്ന ആ പക്ഷപാതപരമായ ചില തീരുമാനങ്ങൾ, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് യേശുക്രിസ്തു ചോദിക്കുമ്പോൾ, ഇപ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തി ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കി എന്ന് 2 കൊരിന്ത്യൻസ് 4:4 പഠിപ്പിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, സകലതും മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു സത്യദൈവത്തെ കൂട്ടിമുട്ടാൻ സാധിച്ചില്ല. എന്നിട്ട് വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം പറയുകയാണ്, ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. ഇന്ന് ഈ ഇസ്രയേൽ എന്ന രാജ്യത്തിന് ചുറ്റും ഏതെല്ലാം വിധത്തിൽ പ്രതികൂലങ്ങളാണ് കടന്നു വരിക. ഒരു സൈഡിൽ ഹിസ്ബുള്ള, ഒരു സൈഡിൽ ഹമാസ്, അല്ലെങ്കിൽ ഇറാന്റെ പ്രശ്നങ്ങൾ. അങ്ങനെ എന്നും ഈ ഒരു ടെറൈൻ, അല്ലെങ്കിൽ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ഈ രാജ്യം, ഈ യഹൂദ ജനം പ്രതികൂലങ്ങളുടെ നടുവിലൂടെയാണ് കടന്നു പോവുക. എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ജെരുക്കുകയും ചുറ്റും പാളയമടിച്ചു നിന്നെ വളയുകയും ചെയ്യുന്ന ശത്രുക്കള് ആ നിന്നെ വളയുന്ന ദിവസങ്ങൾ വരുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുമ്പോൾ, വീണ്ടും കർത്താവ് പറയുകയാണ്, നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ദൈവം, അതായത് ആമോസ് പ്രവചനം 4:12 കർത്താവിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിനെന്ന് പറഞ്ഞ ആ വചനം അവർ മറന്നുപോയി, ഇല്ലേ? എന്തെന്നാൽ ആ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എവിടെയോ ഒരു ഒരു നഷ്ടം ഈ ജനത്തിന് സംഭവിച്ചു. കാരണം യേശു എന്ന സത്യത്തെ കൂട്ടിമുട്ടാതിരിക്കുവാൻ അവരുടെ കണ്ണുകളെ അടച്ചു കളഞ്ഞ ഒരു അന്ധകാര ശക്തി ഇന്നും നമ്മുടെ ഇടയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന സത്യത്തെ നമ്മൾ മറക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തു കല്ലുകളുടെ നാശത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ ഓർമ്മിപ്പിച്ചത്, അല്ലെങ്കിൽ ആ കല്ലുകളുടെ നാശത്തെയോ ഈ ജനത്തെക്കുറിച്ച് ഓർത്തല്ല വിലപിച്ചത്. കാരണം ദൈവത്തിന്റെ സന്ദർശന ദിനം തിരിച്ചറിയാതെ പോയ ഹൃദയത്തെ ഓർത്ത് യേശുക്രിസ്തു വിലപിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്. ഈ ജനം, യഹൂദ ജനം യേശുക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞില്ല. യേശുക്രിസ്തു ദൈവമാണെന്നും സ്വർഗം തുറന്നിറങ്ങി വന്നതാണെന്നും പാപത്തിന്റെ പരിഹാര ബലി കാൽവരിയിൽ പൂർത്തിയാക്കുവാൻ വന്നതാണെന്നും തിരിച്ചറിയുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ യേശുക്രിസ്തു നമ്മോട് ചോദിക്കുകയാണ്, യേശുക്രിസ്തുവിനെ നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തു ജീവിതത്തിൽ നിനക്ക് ആരാണ്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? പത്രോസിനോട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് മറുപടി കൊടുക്കുമ്പോൾ, ജഡരക്തങ്ങളല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത് എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വെളിപ്പെടുത്തി തരാതെ യേശുക്രിസ്തു ആരെന്ന് നമുക്ക് തിരിച്ചറിയുവാനോ അത് വിശ്വാസത്താൽ ഏറ്റുപറയുവാനോ നമുക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് യേശുക്രിസ്തു നിങ്ങൾക്കാരാണ് എന്ന ചോദ്യം, ഡമാസ്കസിലേക്ക് കടന്നുപോയ സെന്റ് പോൾ അല്ലെങ്കിൽ സാവുൾ എന്ന ചെറുപ്പക്കാരൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീഴുന്ന സമയത്ത്, കർത്താവേ നീ ആരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ
ഹു ആർ യു ഗോഡ് എന്ന ചോദ്യം സാവൂൾ എന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു വന്നപ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുക്രിസ്തുവാണ് ഞാൻ. സെന്റ് പോളിൻ്റെ ജീവിതം മാറിമറിഞ്ഞു. പിന്നീട് ചരിത്രത്തിൻ്റെ ഗതികളെ മാറ്റിമറിക്കുന്ന സെന്റ് പോളിൻ്റെ സംഭവബഹുലമായ ജീവിതം, ചരിത്രത്തിൽ ഇതുപോലെ യേശുക്രിസ്തുവിന് വേണ്ടി നിന്നൊരു മനുഷ്യനില്ല. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണെന്നും രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കിത് ദൈവത്തിൻ്റെ രക്ഷാകര ശക്തിയാണെന്നും 1 കൊരിന്ത്യൻസ് 1:18 എഴുതി വെച്ച സെന്റ് പോൾ പറയുകയാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും എനിക്കറിയണ്ട. 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ആയിരുന്നപ്പോൾ ഞാൻ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയണ്ട എന്ന് തീരുമാനിച്ചു. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നുണ്ടോ? എന്തിനാ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ, ഈ ജനം, യഹൂദ ജനം ദേവാലയം നശിപ്പിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ഒരു വിലാപദിനം ഏറ്റെടുക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഒരു ദേവാലയത്തിൻ്റെ നാശം യേശുക്രിസ്തു മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യേശുക്രിസ്തു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ യേശുക്രിസ്തുവിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ അടുത്തെത്തുകയാണ്. യേശുക്രിസ്തു അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നുവല്ലോ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. കല്ലിന്മേൽ കല്ല് ശേഷിക്കുകയില്ല എന്ന് യേശുക്രിസ്തു പറയുമ്പോൾ AD 70 കാലഘട്ടത്തിൽ റോമാക്കാർ ജെറൂസലേം ദേവാലയം നശിപ്പിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, സോളമൻ ജെറൂസലേം ദേവാലയം പണിയുമ്പോൾ സ്വർണം, വെള്ളി, അങ്ങനെ വിലപിടിപ്പുള്ള ഒത്തിരിയേറെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ജെറൂസലേം ദേവാലയം പുതുക്കി പണിതത്. ആ ജെറൂസലേം ദേവാലയം സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെ പണി കഴിപ്പിച്ച ദേവാലയം അഗ്നിക്കിരയാക്കിയപ്പോൾ, അഗ്നി അതിനെ കത്തി അമർന്നപ്പോൾ, അഗ്നിക്കിരയാക്കിയപ്പോൾ സ്വർണമെല്ലാം ഉരുകി ദേവാലയത്തിൻ്റെ അകത്തും ദേവാലയത്തിൻ്റെ അടിത്തറമേലൊക്കെ ഉരുകി ഒലിച്ച് പറ്റിപ്പിടിച്ചിരുന്നത് ചുരണ്ടി ആ സ്വർണം എടുക്കുവാൻ വേണ്ടി ജനം ഇറങ്ങിയപ്പോൾ ഓരോ കല്ലും എടുത്ത് സ്വർണ്ണമിങ്ങനെ ചുരണ്ടി ചുരണ്ടി സ്വർണമെടുത്തപ്പോൾ ഒരു കല്ലെടുത്ത് ചുരണ്ടി, അടുത്ത കല്ലെടുത്ത് ചുരണ്ടി, അങ്ങനെ ഓരോ കല്ലും എടുത്ത് ചുരണ്ടി ചുരണ്ടി സ്വർണമെടുത്തപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ പ്രവചനം അവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടുമെന്ന യേശുക്രിസ്തുവിൻ്റെ പ്രവചനം അതിലൂടെ ജെറുസലേമിൽ നിറവേറ്റപ്പെടുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവെന്ന ജീവനുള്ള ദൈവത്തെ ആരും മനസ്സിലാക്കിയില്ല. സാത്താൻ സകലരുടെയും ആത്മീയമായ കണ്ണുകളെ അടച്ചുകളഞ്ഞു. സത്യത്തെ കൂട്ടിമുട്ടാതെ ഒരു ജനം നാശത്തിലേക്ക് കടന്നുപോയി. അതുകൊണ്ടാണ് സെന്റ് പോൾ നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ ഈ ഒരു ദേവാലയത്തിൻ്റെ നാശത്തെ യേശുക്രിസ്തു മുൻകൂട്ടി പ്രഖ്യാപിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ദേവാലയം എന്ന് പറയുന്നത് ജെറുസലേം ദേവാലയമാണ്. എന്നാൽ പുതിയ നിയമത്തിൽ ജീവനുള്ള ദേവാലയമായി ദൈവം യേശുക്രിസ്തു തന്നെ മാറുകയാണ്. പഴയ നിയമത്തിൽ ദൈവം ദേവാലയത്തിൽ വസിച്ചു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ചരിത്രമല്ല, ഈ ചിത്രം തന്നെ മാറിമറിയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 2-ാമത്തെ അധ്യായം 19 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിക്കുകയാണ്, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസം കൊണ്ട് നീ അത് പുനരുദ്ധരിക്കുമോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയം യേശുക്രിസ്തു പറഞ്ഞത് മനസ്സിലാകാതെ പോയി ഇസ്രായേൽ ജനത്തിന്. യേശു പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞ ആലയം യേശുക്രിസ്തുവിൻ്റെ ശരീരമായിരുന്നു. പഴയ ദേവാലയം കല്ലുകൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. എന്നാൽ പുതിയ ദേവാലയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പുതിയ നിയമത്തിലെ ദേവാലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മൾ ജീവനുള്ള ദേവാലയങ്ങളാണ് പുതിയ നിയമത്തിൽ. 1 കൊരിന്ത്യൻസ് 3:16, 17, 18 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ?
ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ എന്ന് പരിശുദ്ധാത്മാവ് സെന്റ് പോളിലൂടെ രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇവിടെ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം. എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള ഇടമുണ്ടോ? ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോഴാണ് ഈ ആബ് മാസത്തിലെ വിലാപം നമ്മുടെ ഹൃദയത്തിലേക്കും കടന്നു വരിക. നമ്മളും ഒരു വിലാപത്തിലൂടെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരണം. ആബ് മാസത്തിൽ എന്താ പറയുന്നത്? ആബ് മാസത്തിലെ വിലാപത്തിന് അതിൻ്റെ അവസാനം കാൽവരിയിലെ കുരിശിലാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ പൂർത്തീകരിക്കപ്പെടുക. ആബ് മാസത്തിൽ വിലാപം അല്ലേ? ആ വിലാപങ്ങളുടെ പുസ്തകം കണ്ണുനീരോടുകൂടിയാണ് തുടങ്ങുക. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ യാഗം ആ കണ്ണീരിനെ പ്രത്യാശയുള്ളതാക്കി മാറ്റുകയാണ്. അത് ഈ ജനം തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-ഉം 23-ഉം വാക്യങ്ങളിൽ നമ്മൾ കേട്ടതാണ് ആ വാക്യം: കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, കർത്താവിന്റെ കാരുണ്യം അവസാനിക്കുന്നില്ല എന്ന ഉറപ്പ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഓരോ പ്രഭാതത്തിലും അത് പുതിയ അഭിഷേകമാണ് നമുക്ക് തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എനിക്ക് നിങ്ങളോട് എന്താ പറയുക, വിലാപങ്ങളുടെ പുസ്തകത്തിലെ ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. വളരെ കൃത്യതയോടുകൂടി അങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. എന്താണ്? സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്നു, സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുണ്ടായിരുന്നവർ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ. ഹല്ലേലൂയ. ദൈവ ജനത്തിൻ്റെയും ജെറുസലേമിൻ്റെയും തകർച്ചയെ കണ്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ ആ തകർച്ചയെ ഓർത്തുകൊണ്ടുള്ള ഒരു വിലാപമാണ് നമ്മളിവിടെ കേട്ടത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടമായാൽ ആ ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് നഷ്ടമാകും. ഹല്ലേലൂയ. സ്വർണം എന്ന് പറയുമ്പോൾ ദൈവം നൽകിയ മഹത്വത്തിൻ്റെ പ്രതീകമാണ്. എന്നാൽ അനുസരണക്കേട് മൂലം ആ മഹത്വം ജനത്തിന് നഷ്ടമാവുകയാണ്. റോമാലേഖനം 3:23 എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി, അല്ലെങ്കിൽ ദൈവ മഹത്വത്തിന് അയോഗ്യരായി എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, കർത്താവിൻ്റെ കണ്ണുകളിൽ വിലയുണ്ടായിരുന്നവരുടെ അശ്രദ്ധ മൂലം, അനുസരണക്കേട് മൂലം അവർ തകർന്നു പോയി. ബൈബിൾ പറയുകയാണ്, സിയോന്റെ മക്കൾ സ്വർണത്തിന് തുല്യരായിരുന്നു, എന്നാൽ പാപം അവരുടെ ആ സ്ഥാനത്തെ താഴ്ത്തുകയാണ്. അപ്പോൾ അവിടെ ക്രിസ്തുവിൽ ഒരു പുനഃസ്ഥാപനത്തിന് പ്രത്യാശയുണ്ട് എങ്കിലും ഇന്ന് അവരുടെ അവസ്ഥ, സ്വർണമായിരുന്നവരുടെ അവസ്ഥ മൺപാത്രങ്ങൾ പോലെയായി, വിലയില്ലാത്തവരായിപ്പോയി, താഴെ വീണാൽ പൊട്ടിപ്പോകുന്ന അവസ്ഥയായി. വഴിക്കവലകളിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ ദേവാലയമാകുന്ന, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാകുന്ന ശരീരം വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പഴയ ദേവാലയം തകർന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരു പുതിയ ആത്മീയ ദേവാലയം പണിയുവാൻ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ആത്മീയ ദേവാലയം പണിയുകയാണ്. ആ യേശുക്രിസ്തുവിൽ നമുക്കൊരു പുനഃസ്ഥാപനത്തിന് പ്രത്യാശയുണ്ട് എന്ന് തിരിച്ചറിയണം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ സജീവ ശില കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും മാറട്ടെ എന്ന് പത്രോസ്ലീഹ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം സകലതും തകർത്ത് കളയും, ഇല്ലേ? സ്വർണം മങ്ങിപ്പോയി, തങ്കത്തിന് മാറ്റം വന്നു. വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ പാപത്തിൻ്റെ അടിമത്വത്തിൽ തകർന്ന് വഴിയിൽ കിടക്കുന്ന അവസ്ഥ. മൂല്യമുണ്ടായിരുന്ന ജനം പൊട്ടിപ്പോകുന്ന, ഉടഞ്ഞു പോകുന്ന, വിലയില്ലാത്ത വെറും മൺപാത്രങ്ങൾ പോലെ ആയി. എങ്കിലും ഓർത്തുകൊള്ളുക, ഈ മൺപാത്രമാകുന്ന നമുക്ക് യേശുക്രിസ്തുവിലൂടെ നമുക്ക് വീണ്ടെടുപ്പുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുകയാണ്, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരുന്നവർക്ക്
ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് കടന്നു പോകുവാനുള്ള സാഹചര്യമുണ്ട്. ഈ യഹൂദജനം ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് അവർ ആബ് മാസം 15-ാമത്തെ ദിവസം സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും ദിനമായി ആചരിക്കുമ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ നടുവിലും അവരുടെ വേദനയുടെ നടുവിലും അവരുടെ ഉപവാസത്തിൻ്റെ നടുവിലും അവർ ആ പ്രത്യാശയായ ദൈവത്തെ കാണുകയാണ്. ആ ദൈവം നമുക്ക് പ്രത്യാശയുള്ള ഭാവി ഒരുക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനമായി അവർ ആ ദിവസത്തെ ഏറ്റെടുക്കുകയാണ്. എന്നാൽ ആ പ്രത്യാശ നൽകുന്ന യേശുക്രിസ്തുവിനെ കാണുവാൻ അവരുടെ കണ്ണുകൾക്ക് സാധിക്കാതെ കടന്നുപോയി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതേ ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലും കടന്നു വരുന്നുണ്ടെങ്കിൽ, പാപത്തിന്റെ മേഖലകൾ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ, സഭയിലാകാം, കുടുംബത്തിലാകാം, കൂട്ടായ്മയിലാകാം, ഒരു വിഭാഗീയതയ്ക്കോ ഒരു പക്ഷം പിടിക്കലിനോ ഒരു ഗ്രൂപ്പ് കളിക്കോ അവസരമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നമുക്കത് നഷ്ടത്തിലേക്കുള്ള യാത്രയായിരിക്കും. യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഓർത്തുകൊള്ളുക, കുരിശു മരണമെന്ന് പറയുന്നത് ഒരു ദുഃഖത്തിൻ്റെ വെള്ളിയായിരുന്നു. എന്നാൽ 3-ാമത്തെ ദിവസം ഉയർപ്പിൻ്റെ സന്തോഷം കടന്നു വരികയാണ്. സങ്കീർത്തനം 30:5 രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടുകൂടി സന്തോഷത്തിൻ്റെ വരവായി എന്ന് ബൈബിള് പഠിപ്പിക്കുകയാണ്. നയീനിലെ വിധവയുടെ മകൻ മരണപ്പെട്ടു. ഒരു രാത്രി മുഴുവൻ ആ വിധവ കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പ്രഭാതമായപ്പോൾ കർത്താവിൻ്റെ വരവ്, യേശുക്രിസ്തു വന്ന് ആ ബാലനെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഉയർപ്പിക്കുമ്പോൾ ദുഃഖം മാറി, വിലാപം മാറി, സന്തോഷം കടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആബ് മാസത്തിൽ ഈ ജനം വിലപിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ മുമ്പിൽ അടിസ്ഥാനപരമായി പാപത്തിൻ്റെ അടിമത്തത്തിലൂടെ അല്ലെങ്കിൽ അനുസരണക്കേടിലൂടെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു വരുവാനുള്ള ഒരു ആത്മീയ മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. പഴയ നിയമം എടുത്താലും പുതിയ നിയമം എടുത്താലും പഴയ നിയമത്തിൽ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. യേശുക്രിസ്തു യഥാർത്ഥ ദേവാലയമായി പുതിയ നിയമത്തിൽ അവതരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 19, 20, 21 വാക്യത്തിൽ നമുക്കത് കാണുവാൻ പറ്റും. എന്നാൽ പഴയ നിയമത്തിൽ ബാബിലോണിന്റെ അടിമത്വം അല്ലേ, ആ ഇവിടുന്ന് യഹൂദ ജനത്തെ ആ അടിമത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ പാപം മനുഷ്യനെ അടിമത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ പിന്നീടൊരു കാലഘട്ടത്തിൽ ഈ ജനം ബാബിലോണിൽ നിന്നും മടങ്ങി വരികയാണ് പഴയ നിയമത്തിൽ. ഇവിടെ ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ടുള്ള ഒരു അനുരഞ്ജനം പുതിയ നിയമത്തിൽ ഒരു മടങ്ങി വരവ് പോലെ ദൈവാത്മാവ് നൽകുകയാണ്. പഴയ നിയമത്തിൽ വിലാപങ്ങൾ, പുതിയ നിയമത്തിൽ കുരിശുമരണം. പഴയ നിയമത്തിൽ ദേവാലയ പുനർനിർമ്മാണം, പുതിയ നിയമത്തിൽ സഭയും വിശ്വാസവും ജീവനുള്ള ദേവാലയമായി നമ്മളെ മാറ്റുകയാണ്. എന്ന് വെച്ചാൽ പാപം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുമ്പോൾ വിദ്വേഷത്തിന് പകരം സ്നേഹം നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കുവാനുള്ള തീരുമാനമെടുക്കണം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമായി നമ്മുടെ ശരീരങ്ങളെ നമ്മൾ മാറ്റണം. അതിന് യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ആ ദൈവജനത്തോട് പറയുന്ന, ഇസ്രായേൽ ജനമേ, ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞതുപോലെ ആ സന്ദർശന കാലഘട്ടത്തെ നമ്മൾ നഷ്ടമാക്കരുത്. അങ്ങനെയെങ്കിൽ നമ്മളുടെ വിലാപങ്ങളെ ദൈവം എന്താക്കി മാറ്റും? സ്തുതി ഗീതങ്ങളാക്കി മാറ്റും. അതുകൊണ്ട് ഈ ആബ് മാസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയെ മാത്രമല്ല, ദൈവത്തിൻ്റെ അളവറ്റ കരുണയുടെ ആ ഒരു കരത്തെ കൂടിയാണ്. തകർന്ന ദേവാലയത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ദൈവം തൻ്റെ രക്ഷയുടെ പദ്ധതി വെളിപ്പെടുത്തി. ആ പദ്ധതി യേശു ക്രിസ്തുവിലൂടെ ഈ ജനത്തിൻ്റെ നടുവിൽ ദൈവം നിറവേറ്റി. പക്ഷേ ഈ ജനം തിരിച്ചറിഞ്ഞില്ല. ഇന്ന് നമുക്കും തിരിച്ചറിയാതെ പോകുന്നുണ്ടെങ്കിൽ ദൈവം ഇന്ന് കല്ലുകൊണ്ടുള്ള ദേവാലയങ്ങളിൽ വസിക്കുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാക്കി, നമ്മുടെ ഹൃദയത്തിനുള്ളിൽ പകയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, വെറുപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ ഒരു ബലിപീഠമുണ്ടാക്കി അവിടെ ജീവനുള്ള ദൈവത്തെ, യേശുക്രിസ്തുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനുള്ള ഒരു തീരുമാനം നമുക്കെടുത്തേ മതിയാകൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയം തകർന്നേക്കാം, ക്രിസ്തുവിലുള്ള രക്ഷാകര പദ്ധതി ഒരിക്കലും തകരുകയില്ല. തകർന്ന ഹൃദയങ്ങളെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റുവാൻ ഇന്നും പരിശുദ്ധാത്മാവ് പരിശ്രമിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന് അനുകൂലമായി നമ്മളുടെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുവാൻ ജീവിക്കുന്ന ഒരു ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇസ്രയേലിൻ്റെ മണ്ണിൽ നിന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ ഈ വചനത്തെ നിങ്ങളോട് പ്രഘോഷിക്കപ്പെടുമ്പോൾ ഞാൻ ഇരിക്കുന്നത് ഒരു യഹൂദ കുടുംബത്തിലാണ്.
ഇവിടുത്തെ ഈമയുമായിട്ടൊക്കെ ഈ മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ചോദിച്ചും പഠിച്ചും ഒക്കെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ നിന്നും ജനത്തെ ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയി നിരവധി പേരെ സ്ലോട്ടർ ചെയ്തു, നിരവധി പേരെ കൊന്നൊടുക്കിയ അവരിപ്പോഴും അവരുടെ കണ്ണുകളിൽ ആ ഭീതി അവർ സംസാരിക്കുമ്പോൾ അവരുടെ ആ വേദന, അവരുടെ ആ വിഷമം അവരുടെ ഉള്ളിൽ അവരുടെ ആ മുഖത്ത് നമുക്ക് കാണുവാൻ പറ്റും. ഇവിടെ ദൈവത്തിന് ജനമേ, പാപം അല്ലെങ്കിൽ അന്ധകാര ശക്തികൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കും. സാത്താൻ വരുന്നത്, കള്ളൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും ഒക്കെയാണെന്നുള്ള ഒരു സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. ദൈവം യേശുക്രിസ്തു വന്നത് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും നിത്യജീവന്റെ അവകാശത്തിലേക്ക് നമ്മളെ നടത്താനുമാണ്. ഇത് മറക്കരുത്. ഇവിടെ ദൈവത്തിന് ജനമേ, ദൈവത്തിൻ്റെ സന്ദർശന ദിനത്തിന് നിങ്ങൾ ഒരുങ്ങണം. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ജോസഫ് പറഞ്ഞു, ദൈവം നിങ്ങളെ സന്ദർശിക്കുമെന്ന്. ഓർത്തുകൊള്ളുക, ആ സന്ദർശനമെന്ന് പറയുന്നത് നസ്രായനായ യേശുക്രിസ്തുവിലൂടെ സ്വർഗത്തിലെ ദൈവം അത് പൂർത്തീകരിക്കപ്പെട്ടു. ഇനി യേശുക്രിസ്തു വീണ്ടും വരും. യേശുക്രിസ്തു വീണ്ടും വരുന്നതും ഈ സ്വർഗാരോഹണം ചെയ്ത ഒലിവും മലയിൽ തന്നെയാണ്. അന്ന് ഒലിവ് മലയിൽ യേശുക്രിസ്തുവിന്റെ കാൽപാദം പതിയുമ്പോൾ ഈ ഒലിവുമല രണ്ടായി വിഭജിക്കപ്പെടും. അവിടെ ഒരു താഴ്വര ഉണ്ടാക്കുമെന്ന് സഖറിയ പ്രവചനം അതിന്റെ 14-ാം അധ്യായത്തിൽ 12-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 4-ാമത്തെ വാക്യത്തിൽ. ഇവിടെ ദൈവത്തിന്റെ ജനമേ, വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് പറഞ്ഞ യേശുക്രിസ്തു ആ വഴിയിലൂടെ സഞ്ചരിച്ച് ആ സത്യത്തെ കൂട്ടിമുട്ടി നിത്യജീവനിലെത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുമ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ, അശുദ്ധികളെ മാറ്റി യേശുക്രിസ്തു എന്ന സത്യത്തിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കാം. കർത്താവിൻ്റെ വചനം നമുക്ക് ഒരുമിച്ച് പ്രഘോഷിക്കാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ എല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.